രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലിങ്ങിൽ സർക്കാർ ഉദ്യോഗസ്ഥനടക്കം 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് ജമ്മു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥൻ രാജ്കുമാർ താപ്പേയും 2 പ്രദേശവാസികളും. സ്ഥിരീകരിച്ച കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ആക്രമണമുണ്ടായത് രാജ്കുമാറിന്റെ വസതിക്ക് നേരെ. രജൌരിയിൽ തുടർച്ചയായി 4 മണിക്കൂർ പാകിസ്ഥാന്റെ ഷെല്ലിംഗ്. ഹരിയാനയിൽ മിസൈൽ ആക്രമണം തകർത്ത് സൈന്യം. സിർസയിൽ മിസൈൽ ഭാഗങ്ങൾ കണ്ടെത്തി. ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലെ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്ക്, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. ശ്രീനഗറിൽ പുലർച്ചെ സ്ഫോടന ശബ്ദങ്ങൾ. ജമ്മു വിമാനത്താവളത്തിന് നേരെ ആക്രമണമെന്ന് സംശയം. ഉദ്ധംപൂരിലും ബാരാമുള്ളയിലും വൻ പൊട്ടിത്തെറി ശബ്ദം. പൂഞ്ചിലും രജൌരിയിലും കനത്ത ഷെല്ലിംഗ്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ജമ്മുവിന് സമീപം പാകിസ്ഥാന്റെ ഡ്രോൺ ലോഞ്ച് പാഡുകൾ തകർത്ത് സൈന്യം. 3 പാക് എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് ആക്രമിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ. भारत अपनी नंगी जारियत को जारी रखते हुए कुछ देर कबल उसने अपने तैयारों से फजा से ज़मीन पर मिसाइल दागे हैं. नूर खान बेस, पाकिस्तान एयरफोर्स की मुरीद बेस और शोरकोट बेस को निशाना बनाया गया है. ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായും അടച്ചു. രാജ്യം അതീവ ജാഗ്രതയിൽ. ജലന്ധറിലും ജമ്മുവിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. പുറത്തിറങ്ങരുത് എന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം. രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ ഈ മാസം 12 വരെ അടച്ചു. സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉടൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 3ാം ഘട്ടം വിശദീകരിക്കും. ഇന്ത്യയുടെ എതിർപ്പിനിടയിലും പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയ നിധിയുടെ സഹായം. വായ്പയായി അനുവദിച്ചത് 8500 കോടി രൂപ. വായ്പ അംഗീകരിച്ചതായി പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. തീരുമാനം പാകിസ്ഥാൻ പണം ഭീകരവാദത്തിന് ഉപയോഗിക്കുമെന്ന ഇന്ത്യയുടെ വാദം മറികടന്ന് പാകിസ്ഥാന് തുക അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടെടുപ്പിൽ ഇന്ത്യ പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം പുറപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചത് 172 അംഗ സംഘം. ഹജ്ജിനുള്ള 2ാം സംഘം ഇന്ന് വൈകിട്ട് തിരിക്കും. മലപ്പുറത്ത് നിപ ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ പനി സർവൈലൻസ് നടക്കും. 4 ദിവസങ്ങളിലായാണ് സർവൈലൻസ്. 4749 വീടുകൾ ആരോഗ്യവകുപ്പ് സന്ദർശിക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകി തുടങ്ങി. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 58 പേർ. ആലപ്പുഴ ചെറിയനാട് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. അടിപ്പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നടപടി വെള്ളക്കെട്ട് ദുരിതമാകുന്നുവെന്ന കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന്. കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട്.